ഗുട്ടൻ ടാഗ് ഏത് വിഡ്ഢിക്കും ജർമ്മൻ പഠിക്കാമെന്ന് പറയുന്ന ഈ ഒരു സീരീസിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വെൽക്കം. ഈ ഒരു ടാഗ് ലൈന് കേട്ടപ്പോൾ തന്നെ കുറേ ആൾക്കാർക്കൊക്കെ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു മുഖം ചുളിച്ചിട്ടുണ്ടാവും നിങ്ങൾ. കാരണം ഈ വിഡ്ഢി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എന്ത് ടാഗ് ലൈനാണ് ഈ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ, ഏത് വിഡ്ഢികൾക്കും ജർമ്മൻ പഠിക്കാമെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ജർമ്മൻ പഠിക്കാം. A2 ജർമ്മൻ സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓൾറെഡി ജർമ്മൻ്റെ A1 വീഡിയോ സീരീസ് ചെയ്തിരുന്നു. ആ ഒരു സമയത്ത് നിങ്ങൾക്കറിയാം നമ്മൾ ജർമ്മൻ ലാംഗ്വേജിൽ വരുന്ന എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും സെൻറ്റൻസ് ഫോർമേഷനും ലൈഫിൽ ഇതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതുപോലെ നമുക്കറിയാം ജർമ്മൻ അഡ്വാൻസ് ചെയ്യുന്ന സമയത്ത് ഫർദർ ആയിട്ട് വരുന്ന ഗ്രാമർ ടോപ്പിക്സ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യണം, അതുപോലെ നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുള്ള അതായത് നമ്മളുടെ മുന്നത്തെ സീരീസിലുള്ള പഠിച്ച കാര്യങ്ങളും ഇതും നിങ്ങൾ എങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണം എന്നൊക്കെ ആയിരിക്കും ഈ ഒരു സീരീസിലൂടെ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ സീരീസ് നിങ്ങൾ കണ്ടു തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓൾറെഡി നമ്മൾ എടുത്ത A1 വീഡിയോ സീരീസ് കാണാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് കംപ്ലീറ്റ്ലി കവർ ചെയ്യുക. കാരണം ഈ ഒരു സീരീസിൽ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിക്കായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിലുള്ള ഗ്രാമർ ടോപ്പിക്കുകളും അതിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. കാരണം ഇത് രണ്ടും കൂടി ചേരുന്ന സമയത്താണ് നിങ്ങൾ ജർമ്മനിൽ ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പഠിക്കുന്നത്. നമ്മുടെ ഈ വീഡിയോ സീരീസിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെയാണ് ജർമ്മനിൽ നിങ്ങൾക്ക് എങ്ങനെ കോംപ്ലക്സ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം, അത് എങ്ങനെ നിങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്ത് തുടങ്ങും എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുകയാണ്. നമ്മളുടെ പ്രീവിയസ് സീരീസ് ചെയ്ത സമയത്ത് നമ്മൾ ഒരുപാട് ബേസിക് ആയിട്ടുള്ള ജർമ്മൻ ഗ്രാമർ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ നിങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നമ്മൾ റീക്യാപ്പ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു തന്നിരുന്നു. ഈ ഒരു സീരീസിൽ നമ്മൾ പഠിക്കുന്നതും നമ്മൾ അറിയുന്നതുമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിമ്പിളായിട്ട് പഠിച്ചിട്ടുള്ള സെൻറ്റൻസുകൾ കോംപ്ലക്സ് രീതിയിലോട്ട് മാറ്റുന്ന സമയത്ത് നമ്മൾ എന്ത് കാര്യങ്ങൾ ആഡ് ചെയ്യണം, ആ സമയത്ത് അവിടെ വരുന്ന ഗ്രാമാറ്റിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു സീരീസിൽ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്നത്. സിമ്പിൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് കോംപ്ലക്സ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ജർമ്മൻ ഗ്രാമറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഒരു ടോപ്പിക്കാണ് കണക്റ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്. സോ എന്താണ് കണക്ടർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് പറയുന്നതിൻ്റെ മുൻപായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ A1 പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ A1 ക്രാഷ് കോഴ്സ് ചെയ്ത സമയത്ത് നമ്മൾ സെൻറ്റൻസ് ഫോം ചെയ്യാനും പ്രസൻറ്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലും ഫ്യൂച്ചർ ടെൻസിലൊക്കെ എങ്ങനെ സെൻറ്റൻസ് ഫോം ചെയ്യണമെന്ന് പഠിച്ചിരുന്നു. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ജർമ്മനിൽ പറയുന്ന പല സെൻറ്റൻസുകൾ ഇപ്പോൾ ഇഷ് അർബൈറ്റ് ബൈ ആമസോൺ അല്ലെങ്കിൽ ഇഷ് ഹാബ് ബൈ ആമസോൺ ഗാർബൈറ്ററ്റ്, ഇങ്ങനെ പല ടെൻസിലുള്ള സിമ്പിൾ സ്ട്രക്ചേഴ്സ് നമ്മൾ പഠിച്ചിരുന്നു. പക്ഷേ ഇതിൻ്റെ കൂടെ കോംപ്ലക്സ് ആക്കുക എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ചും കൂടെ അഡീഷണൽ ആയിട്ട് കാര്യങ്ങൾ പറയണമെങ്കിൽ, ഇപ്പോൾ ഞാൻ പറയുകയാണ് ഞാൻ ആമസോണിൽ വർക്ക് ചെയ്യുന്നു കാരണം ഞാൻ അവിടുത്തെ വർക്ക് ലൈഫ് എൻജോയ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സെൻറ്റൻസിനെ കോംപ്ലക്സ് രീതിയിലോട്ട് മാറ്റണമെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന കുറച്ച് ഗ്രാമാറ്റിക്കൽ ടേംസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് കണക്റ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പോൾ ഈ കണക്റ്റർ എന്ന് പറയുന്ന ടോപ്പിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കണക്റ്റർ എന്താണെന്നുള്ളതാണ് ഇനി നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കുന്നത്. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, കണക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെൻറ്റൻസുകളെ കൂട്ടി യോജിപ്പിക്കുന്ന വാക്കിനെയാണ് നമ്മൾ കണക്റ്റർ എന്ന് പറയുന്നത്. രണ്ട് സെൻറ്റൻസ് എന്ന് പറയുന്ന സമയത്ത് ജർമ്മൻ ലാംഗ്വേജിൽ നേബൻ സാറ്റ്സ് എന്നും ഹോപ്പ് സാറ്റ്സ് എന്നും അറിയപ്പെടും. നമ്മൾ ആദ്യം എഴുതുന്ന അല്ലെങ്കിൽ കണക്റ്ററിൻ്റെ മുൻപ് എഴുതുന്ന സെൻറ്റൻസിനെയാണ് നമ്മൾ ഹോപ്പ് സാറ്റ്സ് എന്ന് പറയുന്നത്. കണക്റ്ററിൻ്റെ ശേഷം വരുന്ന സെൻറ്റൻസിനെയാണ് നമ്മൾ നേബൻ സാറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കണക്റ്റർ എന്ന് പറയുന്ന സമയത്ത് ഈ രണ്ട്, അതായത് ഹോപ്പ് സാറ്റ്സിനെയും നേബൻ സാറ്റ്സിനെയും കണക്റ്റ് ചെയ്യുന്ന വാക്കിനെയാണ് കണക്റ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിത് മലയാളത്തിൽ മനസ്സിലാവാനായിട്ട് ഞാൻ ഈ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ഇന്നലെ സ്കൂളിൽ പോയില്ല കാരണം എനിക്ക് പനിയായിരുന്നു. ഇവിടെ ശരിക്കും രണ്ട് സെൻറ്റൻസുകളുണ്ട്. ഞാൻ ഇന്നലെ സ്കൂളിൽ പോയില്ല എന്ന് പറയുന്ന സെൻറ്റൻസും പിന്നെ കാരണം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കണക്റ്ററായിട്ട് വരുന്നത്. അതിൻ്റെ ശേഷം ഒരു സെൻറ്റൻസ് വന്നിട്ടുണ്ട്, എനിക്ക് പനിയായിരുന്നു. സോ എനിക്ക് പനിയായിരുന്നു എന്ന് പറയുന്ന സെൻറ്റൻസിനെയും ഞാൻ ഇന്നലെ സ്കൂളിൽ പോയില്ല എന്ന് പറയുന്ന സെൻറ്റൻസിനെയും ഒരുമിച്ചൊരു സെൻറ്റൻസ് ആക്കാൻ നമ്മൾ യൂസ് ചെയ്ത കണക്ടറാണ് കാരണം എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, എങ്ങനെ കണക്ടറുകൾ വെച്ചിട്ട് ജർമ്മനിൽ രണ്ട് സെൻറ്റൻസിനെ യോജിപ്പിച്ച് ഒറ്റ സെൻറ്റൻസ് ആക്കിയിട്ട് മാറ്റാമെന്ന്. ഇന്നത്തെ സീരീസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മെയിനായിട്ട് 3 കണക്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. സോ കണക്റ്റേഴ്സ് അല്ലെങ്കിൽ ജർമ്മനിൽ ഇതിന് കൊണക്ടോറൻ എന്നറിയപ്പെടുന്നു. കൊണക്ടോറൻ ഈ ഒരു ഹെഡിങ് നിങ്ങൾ ബൈഹേർട്ട് ചെയ്യണമെന്നില്ല, ബട്ട് കണക്റ്റേഴ്സ് എന്നതിന് ജർമ്മനിൽ പറയുന്നതാണ് കൊണക്ടോറൻ. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെയിൻലി 3 കണക്റ്റേഴ്സ് ആണ്. ആദ്യത്തെ കണക്ടർ എന്ന് പറയുന്നത് ദാസ് എന്ന് പറയുന്ന കണക്ടർ. ഇതിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം വരുന്നത് ദാറ്റ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്.
സെക്കൻഡ് കണക്ടർ എന്ന് പറയുന്നത് വൈൽ എന്ന് പറയുന്ന കണക്ടർ. ഇതിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം വരുന്നത് ബിക്കോസ് എന്ന് പറയുന്ന അർത്ഥം. തേർഡ് കണക്ടർ വരുന്നത് വെൻ എന്ന് പറയുന്ന കണക്ടറാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം വരുന്നത് WHEN, വെൻ എന്നുള്ള അർത്ഥം. സോ ഈ 3 കണക്ടേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ സീരീസിൽ കവർ ചെയ്യാൻ പോകുന്നത്. ദാസ്, വൈൽ, വെൻ. ഈ 3 കണക്ടേഴ്സ് നമ്മൾ എന്തുകൊണ്ട് ഒരുമിച്ച് പഠിക്കുന്നു എന്നുള്ളതിനൊരു കാരണമുണ്ട്. ഇപ്പം മേ ബി നിങ്ങൾ പല ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പഠിക്കുന്ന സമയത്ത് ഇത് പല ചാപ്റ്റേഴ്സിലായിട്ടായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. പക്ഷേ ഏറ്റവും നല്ലത് ഈ 3 കണക്ടേഴ്സും ഒരുമിച്ച് പഠിക്കുന്നതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 കണക്ടേഴ്സും ഫോളോ ചെയ്യുന്നത് ഒരേ റൂള് അല്ലെങ്കിൽ റേഗലാണ്. സോ ഒരേ റേഗൽ അല്ലെങ്കിൽ റൂൾ ഇത് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരൊറ്റ റൂൾ കൊണ്ട് ഈ 3 കണക്ടേഴ്സ് വെച്ചിട്ട് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൽ ഓരോ കണക്ടേഴ്സ് ആയിട്ട് എടുത്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ കണക്ടറാണ് ദാസ് എന്ന് പറയുന്ന കണക്ടർ അഥവാ ദാറ്റ് എന്ന് പറയുന്ന അർത്ഥം. സോ ഈ ദാസ് എന്ന് പറയുന്ന കണക്ടർ വെച്ചിട്ട് സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് റൂളാണ് ഫോളോ ചെയ്യേണ്ടത്? ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ 3 കണക്ടേഴ്സിനും ഒരേ റൂളാണ് വരുന്നത്, ദാസ്, വെൻ, വൈൽ. അപ്പോൾ ആദ്യം നമുക്ക് നോട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ റൂൾ എന്താണ്. ഇപ്പം നിങ്ങളൊരു സെൻറ്റൻസ് എഴുതുകയാണ് ദാറ്റ് എന്ന് പറയുന്ന കണക്ടർ വെച്ചിട്ട്. ഐ സെഡ് ദാറ്റ് ഹി ഈസ് ആബ്സെൻറ്റ്. അപ്പോൾ നമ്മൾ ദാറ്റ് എന്ന് പറയുന്ന കണക്ടറാണ് യൂസ് ചെയ്തത്. ഇനി ബിക്കോസ് വെച്ചിട്ട് ഇപ്പോൾ എഴുതുകയാണ് ഐ വാസ് ആബ്സെൻറ്റ് ബിക്കോസ് ഐ ഹാഡ് ഫീവർ. ഇനി മൂന്നാമത്തെ കണക്ടർ വെൻ വെച്ചിട്ട് എഴുതുന്ന സമയത്ത് ഐ ആം ഹാപ്പി വെൻ ഐ ലേൺ ജർമ്മൻ. സോ ഇങ്ങനെ ഈ 3 കണക്ടർ യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് എന്താണെന്നുള്ളത് അറിയണം. അതുപോലെ ഈ സെൻറ്റൻസിൽ വരുന്ന കോമ്പണൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ അറിയണം. സോ ഫസ്റ്റ്ലി നിങ്ങൾ മനസ്സിലാക്കുക, കണക്ടർ വെച്ചിട്ട് എഴുതുന്ന ഏതൊരു സെൻറ്റൻസിലും 2 സെൻറ്റൻസുകൾ ഉണ്ടാവും. ആ സെൻറ്റൻസിൽ വരുന്ന കോമ്പണൻസ് ഫസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നതാണ് ഹോപ്പ് സാറ്റ്സ് എന്ന് പറയുന്നത്. ഹോപ്പ് സാറ്റ്സ്, ഹോപ്പ് സാറ്റ്സ്. സെക്കൻഡ് വരുന്നതാണ് നേബൻ സാറ്റ്സ്, നേബൻ സാറ്റ്സ്. സോ ഹോപ്പ് സാറ്റ്സും നേബൻ സാറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹോപ്പ് സാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കണക്ടറിൻ്റെ തൊട്ട് മുൻപ് വരുന്ന സെൻറ്റൻസിനെയാണ് നമ്മൾ ഹോപ്പ് സാറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെയിൻ സെൻറ്റൻസിനെയാണ് നമ്മൾ ഹോപ്പ് സാറ്റ്സ് എന്ന് പറയുന്നത്. ഇനി കണക്ടറിൻ്റെ ശേഷം വരുന്ന സെൻറ്റൻസിനെയാണ് നമ്മൾ നേബൻ സാറ്റ്സ് എന്ന് പറയുന്നത്. കണക്ടർ വെച്ചിട്ട് നിങ്ങൾ ഏത് സെൻറ്റൻസ് എഴുതുന്ന സമയത്തും അവിടെ 2 സെൻറ്റൻസുകളാണ് വരുന്നത്, ഹോപ്പ് സാറ്റ്സും നേബൻ സാറ്റ്സും. ഹോപ്പ് സാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ടറിൻ്റെ തൊട്ട് മുൻപ് വരുന്ന സെൻറ്റൻസിനെയാണ് ഹോപ്പ് സാറ്റ്സ് എന്ന് പറയുക, കണക്ടറിൻ്റെ ശേഷം വരുന്ന സെൻറ്റൻസിനെയാണ് നേബൻ സാറ്റ്സ് എന്ന് പറയുന്നത്. സോ ആദ്യം നമ്മൾ എഴുതേണ്ട പോയിന്റും ഇത് തന്നെയാണ്. എന്താണ് ഹോപ്പ് സാറ്റ്സ്, എന്താണ് നേബൻ സാറ്റ്സ് എന്നുള്ളത്. സോ ഓൾറെഡി മെൻഷൻ ചെയ്തതുപോലെ കണക്ടറിൻ്റെ മുൻപ് വരുന്ന സെൻറ്റൻസ് ആണ് ഹോപ്പ് സാറ്റ്സ് എന്ന് പറയുന്നതും കണക്ടറിൻ്റെ ശേഷം വരുന്ന സെൻറ്റൻസിനെയാണ് നേബൻ സാറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് ഏത് കണക്ടർ യൂസ് ചെയ്യുകയാണെങ്കിലും ദാസ് ആണെങ്കിലും വൈൽ ആണെങ്കിലും വെൻ ആണെങ്കിലും നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യേണ്ട റൂൾസ് ഉണ്ട്. ഇവിടെ നിങ്ങൾ മെയിൻലി ഫോളോ ചെയ്യേണ്ടത് 3 റൂളുകളാണ്. അപ്പോൾ എന്താണ് കണക്ടർ വെച്ചിട്ട് അല്ലെങ്കിൽ ദാസ്, വൈൽ, വെൻ എന്ന് പറയുന്ന കണക്ടർ വെച്ചിട്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട റൂളുകൾ എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഈ റൂൾസ് എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾ കണക്ടർ പഠിക്കുന്ന സമയത്ത് ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് കോമ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. യൂസ് കോമ. ഈ കോമ എവിടെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ മെയിൻലി മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ ഹോപ്പ് സാറ്റ്സ് അതായത് മെയിൻ സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ കോമ ചേർത്തിട്ടാണ് കണക്ടർ എഴുതേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ സെഡ് ദാറ്റ് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ഐ സെഡ് ദാറ്റ് എന്ന് പറയുന്ന സെൻറ്റൻസിൽ ഐ സെഡ് എന്ന് പറയുന്ന ഹോപ്പ് സാറ്റ്സ് അല്ലെങ്കിൽ മെയിൻ സെൻറ്റൻസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ കോമ ചേർക്കണം ആ ദാറ്റ് എന്ന് പറയുന്ന കണക്ടറിൻ്റെ മുൻപായിട്ട്. സോ കോമ യൂസ് ചെയ്യുക കണക്ടറിൻ്റെ മുൻപായിട്ട് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ബിഫോർ കണക്ടർ. ഓക്കെ, കണക്ടറിന് മുൻപായിട്ട് കോമ ചേർക്കുക. ഇതാണ് നിങ്ങൾ ദാസ് വെച്ചിട്ടോ വൈൽ വെച്ചിട്ടോ വെൻ വെച്ചിട്ടോ, ഇത് മാത്രമല്ല നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജിൽ ഏത് കണക്ടർ യൂസ് ചെയ്യുന്ന സമയത്തും കണക്ടറിന് മുൻപ് കോമ ചേർക്കണം. അത് ഈ 3 കണക്ടേഴ്സ് എന്നല്ല, ഏത് കണക്ടറിന് വരുന്ന സമയത്തും ഈ ഒരു റൂൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർത്തും വെക്കാൻ പറ്റും, കോമ ചേർക്കുക എന്നുള്ളത്. ഇതിലെ സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമ്മൾ കണക്ടർ വെച്ചിട്ട് സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് ഹോപ്പ് സാറ്റ്സ്, നേബൻ സാറ്റ്സ് എന്ന് പറയുന്ന 2 സെൻറ്റൻസുകളുണ്ട്. അതായത് കണക്ടറിൻ്റെ മുൻപ് വരുന്ന ഹോപ്പ് സാറ്റ്സും കണക്ടറിൻ്റെ ശേഷം വരുന്ന നേബൻ സാറ്റ്സും. നിങ്ങൾ ജർമ്മൻ A1 ലെവലിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് വെർബിൻ്റെ പൊസിഷൻ എപ്പോഴും സെക്കൻഡ് ആയിരിക്കും എന്നുള്ളത്. പക്ഷേ നിങ്ങൾ കണക്ടർ വെച്ചിട്ടാണ് എഴുതുന്നതെങ്കിൽ നേബൻ സാറ്റ്സിലെ, അതായത്
കണക്ടറിൻ്റെ ശേഷം വരുന്ന സെൻറ്റൻസിലെ വെർബിൻ്റെ പൊസിഷനിൽ ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. സോ അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റും സെക്കൻഡ് ആയിട്ടുള്ള റൂൾ എന്ന് പറയുന്നതും. സോ സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് ഇതാണ്, നേബൻസാറ്റ്സിലെ വെർബ് ലാസ്റ്റ് പൊസിഷനിൽ പോകണം. നേബൻസാറ്റ്സിലെ വെർബ് ലാസ്റ്റ് പൊസിഷനിൽ പോയിരിക്കണം. സോ ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് റൂൾ എന്ന് പറയുന്നത്, നേബൻസാറ്റ്സിലെ വെർബ് ലാസ്റ്റ് പൊസിഷനിൽ പോവുക. ഓക്കെ, ഇനി ഇവിടെ ഒരു ഡൗട്ട് വരാവുന്നത് ഈ ഒരു വെർബിനെ ലാസ്റ്റ് കൊണ്ടുപോകുന്ന സമയത്ത് കോൺജുഗേറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണ്. സോ തേർഡ് റൂളായിട്ട് നിങ്ങൾ അത് ഓർത്ത് വെക്കുക, ഈ വെർബ് കോൺജുഗേറ്റ് ചെയ്തിട്ട്, അതായത് ആ നേബൻസാറ്റ്സിൽ വന്ന സബ്ജക്റ്റ് ആരാണോ അതിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്തിട്ടാവണം ലാസ്റ്റ് പോവേണ്ടത്. ഓക്കെ, ഷുഡ് കോൺജുഗേറ്റ് ദ വെർബ്. സോ ആ ഒരു വെർബിനെ നിങ്ങൾ കോൺജുഗേറ്റ് ചെയ്തിരിക്കണം. നേബൻസാറ്റ്സിലെ വെർബിനെ കോൺജുഗേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ലാസ്റ്റ് പൊസിഷനിലോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഈ 3 റൂള് നിങ്ങൾ പ്രോപ്പർലി ഓർത്ത് വെക്കുക. ഇത് വൈൽ എന്ന് പറയുന്ന കണക്ടറും ദാസും വെന്നും 3ഉം യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതിൻ്റെ 3 റൂൾസ് എന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു. ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത്, നിങ്ങൾ കണക്ടർ വെച്ചിട്ടൊരു സെൻറ്റൻസ് എഴുതുമ്പോൾ കണക്ടറിന് മുൻപായിട്ട് കോമ ചേർത്തിരിക്കണം. സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്, നമുക്കറിയാം നേബൻസാറ്റ്സ് ഹോപ്സാറ്റ്സ് 2 സെൻറ്റൻസുകൾ ഉണ്ടാവും. ഇതിൽ നേബൻസാറ്റ്സിലെ വെർബ് ലാസ്റ്റ് പൊസിഷനിലോട്ട് പോകണം. മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത്, ആ പോകുന്ന വെർബിനെ നിങ്ങൾ കോൺജുഗേറ്റും ചെയ്തിരിക്കണം. അപ്പോൾ ഇനി ആരെങ്കിലും വൈൽ, ദാസ്, വെൻ എന്ന് പറയുന്ന കണക്ടർ വെച്ചിട്ട് നിങ്ങൾ സെൻറ്റൻസ് എഴുതാൻ പോകുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ 3 റൂളുകളാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സെൻറ്റൻസ് എഴുതാൻ പോവാണ്, ഐ സെഡ് ദാറ്റ് ഹി വാസ് ആബ്സെൻറ്റ്. ആ ദാറ്റ് എന്ന് പറയുന്ന വാക്ക് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഹി വാസ് ആബ്സെൻറ്റ് എന്നുള്ളതിൽ വെർബ് ലാസ്റ്റ് പോകണം. ഓക്കെ, ഇനി അതല്ല, ഐ വാസ് ആബ്സെൻറ്റ് ബിക്കോസ് ഐ ഹാഡ് ഫീവർ. ബിക്കോസ് എന്നുള്ള കണക്ടർ വന്നതുകൊണ്ട് ഐ ഹാഡ് ഫീവർ എന്നുള്ള സെൻറ്റൻസിലെ ഹാഡ് എന്ത് ചെയ്തിരിക്കണം, ലാസ്റ്റ് പോകണം എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഐ ആം ഹാപ്പി വെൻ ഐ ലേൺ ജർമ്മൻ. ഐ ആം ഹാപ്പി കഴിഞ്ഞിട്ട് വെൻ എന്നുള്ള കണക്ടർ വന്നുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഐ ലേൺ ജർമ്മൻ എന്നതിലെ ലേൺ ലാസ്റ്റിലോട്ട് പോകണം. അതുപോലെ ഈ ഒരു കണക്ഷന് മുൻപൊക്കെ കോമ ചേർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് വൈലും ദാസും വെന്നും വെച്ചിട്ട് നിങ്ങൾ സെൻറ്റൻസ് എഴുതുമ്പോൾ മനസ്സിലാക്കേണ്ട റൂൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പാർട്ടായിട്ട് നോക്കാനുള്ളത് ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ എക്സാമ്പിൾസ് എഴുതാമെന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഫർദർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമുക്ക് വൈൽ, ദാസ്, വെൻ എന്നുള്ളത് എന്താണെന്ന് മനസ്സിലായി. പക്ഷേ ഇത് വെച്ചിട്ട് എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് എക്സാമ്പിൾസ് കാണുന്ന സമയത്താണ് നിങ്ങൾക്ക് കൂടുതൽ ഇത് മനസ്സിലാവുക. ഇപ്പം ഞാൻ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു തന്നു, ബട്ട് അത് ജർമ്മനിൽ വരുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ളത് കൂടെ പ്രോപ്പർലി നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു വൈൽ, ദാസ്, വെൻ എന്ന് പറയുന്ന കണക്ടറിൻ്റെ യൂസേജ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള 3 എക്സാമ്പിൾസ് ആണ് നമ്മളിന്ന് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ആദ്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഇംഗ്ലീഷിലെ എക്സാമ്പിൾസ് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു കണ്ടെക്സ്റ്റ് എങ്ങനെ ജർമ്മനിൽ എഴുതണം അല്ലെങ്കിൽ പറയണം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഐ സെഡ് ദാറ്റ്. ഐ സെഡ് ദാറ്റ് he was absent. ഓക്കെ, ഐ സെഡ് ദാറ്റ് ഹി വാസ് ആബ്സെൻറ്റ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ആദ്യത്തെ സെൻറ്റൻസ് ഐ സെഡ് എന്ന് പറയുന്ന സെൻറ്റൻസ്, ഇതാണ് ഇവിടുത്തെ ഹോപ്സാറ്റ്സ് എന്ന് പറയുന്നത്. ഹോപ്സാറ്റ്സ്. ദാറ്റ് എന്ന് പറയുന്ന വാക്കാണ് കണക്ടർ. ഹി വാസ് ആബ്സെൻറ്റ് എന്ന് പറയുന്ന സെൻറ്റൻസ് ആണ് നേബൻസാറ്റ്സ്. നേബൻസാറ്റ്സ് നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നിങ്ങൾ കണക്ടർ വെച്ചിട്ടൊരു സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് ഹോപ്സാറ്റ്സും നേബൻസാറ്റ്സും ഉണ്ടാവും. സോ ഈ സെൻറ്റൻസിലെ ഹോപ്സാറ്റ്സ് ആണ് ഐ സെഡ് എന്ന് പറയുന്നത്, ഹി വാസ് ആബ്സെൻറ്റ് എന്ന് പറയുന്നതാണ് നേബൻസാറ്റ്സ്. സോ ഇനി ഐ സെഡ് എന്ന് പറയുന്ന വാക്ക് എങ്ങനെ ജർമ്മനിൽ പറയാം? നമ്മൾ ഓൾറെഡി A1 പഠിച്ചിട്ടുണ്ട്. ഐ സെഡ്, ഞാൻ പറഞ്ഞു എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. സോ സാഗൻ, ഗെസാക്ട്, ഹെൽപ്പിംഗ് വെർ ഹാബൻ വെച്ചിട്ട് ഇഷ് ഹാബ് ഗെസാക്ട്, ഇഷ് ഹാബ് ഗെസാക്ട്. ഇനിയാണ് ഫസ്റ്റ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ദാസ് എന്ന് പറയുന്ന കണക്ടറിന് മുൻപായിട്ട് നമ്മൾ കോമ ചേർത്തു. സോ ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് റൂളായിട്ട് വരുന്നത്. ഇഷ് ഹാബ് ഗെസാക്ട് കോമ ദാസ്. നമ്മൾ ആദ്യം എഴുതിയ റൂളായിരുന്നു കണക്ടറിന് മുൻപ് കോമ ചേർക്കുക എന്നുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഈ നേബൻസാറ്റ്സിനെയാണ്. ഹി വാസ് ആബ്സെൻറ്റ് എന്ന് പറയുന്ന നേബൻസാറ്റ്സ് എങ്ങനെ എഴുതാം? സോ ഹി വാസ് ആബ്സെൻറ്റ് എന്ന് പറയുന്ന നേബൻസാറ്റ്സ് സാധാ രീതിയിൽ വരുന്നതാണ് എർ വാർ അബ്വേസൻറ്റ്. എർ വാർ അബ്വേസൻറ്റ്. ഇനി നമുക്കറിയാം ഈ ഒരു നേബൻസാറ്റ്സ്
ദാസ് എന്ന് പറയുന്ന കണക്ടറിന്റെ കൂടെ വരുമ്പോൾ നമ്മൾ പഠിച്ചിരുന്നു സെക്കൻഡ് റൂൾ എന്തായിരുന്നു? ഈ എയർ വാർ അബ്വേസൻറ്റ് എന്ന് പറയുന്ന സെൻറ്റൻസിലെ വെർബായിട്ടുള്ള വാർ സെക്കൻഡ് പൊസിഷനിൽ വന്നിട്ടുള്ള വാർ ലാസ്റ്റ് പൊസിഷനിലോട്ട് പോവുക എന്നുള്ളതായിരുന്നു റൂളായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ സെൻറ്റൻസിൽ ഇഷ് ഹാബ് ഗിസാക്ട് ദാസ് എയർ അബ്വേസൻറ്റ് വാർ, എയർ അബ്വേസൻറ്റ് വാർ. സോ ഈ ഒരു രീതിക്കാവും ഈ സെൻറ്റൻസ് വരുന്നത്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളുടെ 3 റൂളും ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആദ്യം ഹോപ്സാറ്റ്സ് കഴിഞ്ഞ ഉടനെ നമ്മൾ കോമ ചേർത്തു, പിന്നെ നമ്മൾ കണക്ടർ ചേർത്തു, നേബൻ സാറ്റ്സിലെ വെർബിനെ ലാസ്റ്റ് പൊസിഷനിലോട്ട് കൊണ്ടുപോയി, അതും സബ്ജക്റ്റിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുപോയത്. സോ മെയിൻലി നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ സെൻറ്റൻസുകൾ ഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മളുടെ സെക്കൻഡ് എക്സാമ്പിളിലോട്ട് പോവാം. സെക്കൻഡ് എക്സാമ്പിൾ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം വൈൽ എന്ന് പറയുന്ന കണക്ടർ നമ്മൾ ഓൾറെഡി പഠിച്ചു. വൈൽ, ബിഡോയിറ്റഡ്, ബിക്കോസ്. ബിക്കോസ് കാരണം കാണിക്കാനൊക്കെ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നതാണ് വൈൽ എന്ന് പറയുന്ന കണക്ടർ. സോ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ വാസ് ആബ്സെൻറ്റ് ബിക്കോസ് ഐ ഹാഡ് ഫീവർ. ഓക്കെ, സോ ഐ വാസ് ആബ്സെൻറ്റ് ബിക്കോസ് ഐ ഹാഡ് ഫീവർ എന്ന് പറയുന്നതാണ് സെൻറ്റൻസ്. ഐ വാസ് ആബ്സെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു സെൻറ്റൻസ് ആണ് ഇവിടുത്തെ ഹോപ്പ് സാറ്റ്സ് ആയിട്ട് വരുന്നത്. സോ ഫസ്റ്റ് നമുക്കത് മാർക്ക് ചെയ്ത് വെക്കാം. ഐ വാസ് ആബ്സെൻറ്റ് ഹോപ്പ് സാറ്റ്സ്. ബിക്കോസ് എന്ന് പറയുന്നതാണ് ഈ സെൻറ്റൻസിലെ കണക്ടർ ആയിട്ട് വരുന്നത്. ഐ ഹാഡ് ഫീവർ ആണ് ഈ സെൻറ്റൻസിലെ നേബൻ സാറ്റ്സ് ആയിട്ട് വരുന്നത്. നേബൻ സാറ്റ്സ് ആയിട്ട് ഐ ഹാഡ് ഫീവർ ആണ് വരുന്നത്. ഇനി നമുക്ക് നമ്മളുടെ റൂളുകൾ അപ്ലൈ ചെയ്ത് തുടങ്ങാം. അതായത് കണക്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതുപോലെ നേബൻ സാറ്റ്സിലെ വെർബ് കോൺജുഗേറ്റ് ചെയ്ത് ലാസ്റ്റ് പൊസിഷനിലോട്ട് പോകണം. സോ ആ സമയത്ത് ഈ സെൻറ്റൻസ് വരുന്ന സമയത്ത് ഐ വാസ് ആബ്സെൻറ്റ് എന്നുള്ളത് ഇഷ് വാർ അബ്വേസൻറ്റ്, ഇഷ് വാർ അബ്വേസൻറ്റ്. ഇനി നമ്മൾ ഫസ്റ്റ് റൂൾ അപ്ലൈ ചെയ്തു, കോമ ചേർത്തു കണക്ടറിന് മുൻപായിട്ട്, എന്നിട്ട് കണക്ടർ ആഡ് ചെയ്തു വൈൽ. ഇനി ഐ ഹാഡ് ഫീവർ എന്ന് പറയുന്ന സെൻറ്റൻസ് അതാണ് ഇഷ് ഹാഡ് എ ഫീവർ. അതിൽ വെർബ് നമ്മൾ ലാസ്റ്റിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇഷ് ഫീബർ ഹാട്ട്, ഇഷ് ഫീബർ ഹാട്ട്, ഇഷ് വാർ അബ്വേസൻ വൈൽ ഇഷ് ഫീബർ ഹാട്ട് എന്നുള്ള രീതിക്ക് വരും. സോ ഇവിടെ നമുക്കറിയാം നമ്മളുടെ 3 റൂളും ഫോളോ ചെയ്തിട്ടുണ്ട്. കണക്ടറിന് മുൻപായിട്ട് കോമ ചേർത്തു, നേബൻ സാറ്റ്സിലെ വെർബ് കോൺജുഗേറ്റ് ചെയ്ത് ലാസ്റ്റിലോട്ട് പോയി. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് വെൻ എന്ന് പറയുന്ന കണക്ടറാണ്. സോ വെൻ ഓൾറെഡി നമുക്കറിയാം അർത്ഥം വരുന്നത് ഇംഗ്ലീഷിൽ വെൻ എന്നുള്ള അർത്ഥമാണ്. ഇതിൻ്റെ ഒരു ബൈഷ്പീൽ അല്ലെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു ഇംഗ്ലീഷിൽ ഐ ആം ഹാപ്പി വെൻ ഐ ലേൺ ജർമ്മൻ, വെൻ ഐ ലേൺ ജർമ്മൻ. സോ ഈ ഒരു സെൻറ്റൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഐ ആം ഹാപ്പി എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെൻ്റ് ആണ് ഇവിടുത്തെ ഹോപ്പ് സാറ്റ്സ്. ഇനി ഞാൻ ഷോർട്ട് ഫോം ആയിട്ട് ഹോപ്പ് സാറ്റ്സിൻ്റെ HS എന്ന് എഴുതുന്നുണ്ട്. പിന്നെ വെൻ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കണക്ടർ ആയിട്ട് വരുന്നത്, കണക്ടോറൻ. ഇനി ഐ ലേൺ ജർമ്മൻ എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെൻ്റ് ആണ് നേബൻ സാറ്റ്സ് ആയിട്ട് വരുന്നത്. സോ ഹോപ്പ് സാറ്റ്സ് വന്നു, കണക്ടോറൻ വന്നു, നേബൻ സാറ്റ്സ് വന്നു. ഇനി നമുക്ക് റൂൾ അപ്ലൈ ചെയ്ത് തുടങ്ങണം. സോ ഫസ്റ്റ് ഹോപ്പ് സാറ്റ്സ് അതുപോലെ നമ്മൾ എഴുതുകയാണ്. സോ ഐ ആം ഹാപ്പി ഇഷ് ബിൻ ഗ്ലൂക്ലിഷ്. ഇനി കോമ ചേർത്തു. ഫസ്റ്റ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്തു, കോമ ചേർത്തു, എന്നിട്ട് കണക്ടർ ചേർക്കുകയാണ് വെൻ. ഇഷ് ബിൻ ഗ്ലൂക്ലിഷ് വെൻ. ഇനി ഐ ലേൺ ജർമ്മൻ എന്ന് പറയുന്ന സെൻറ്റൻസ് ആണ് ഇഷ് ലേൺ ഡോയ്ച്ച്. പക്ഷേ അതിലെ വെർബിനെ നമ്മൾ എന്ത് ചെയ്യണം, ലാസ്റ്റിലോട്ട് കൊണ്ടുപോകണം. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വെൻ ഇഷ് ഡോയ്ച്ച് ലേൺ, വെൻ ഇഷ് ഡോയ്ച്ച് ലേൺ. സോ ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്തും എന്തായി, നമ്മളുടെ വെർബിനെ നേബൻ സാറ്റ്സിലെ വെർബിനെ നമ്മൾ കോൺജുഗേറ്റ് ചെയ്ത് ലാസ്റ്റിലോട്ട് കൊണ്ടുപോയി. സോ ഇഷ് ബിൻ ഗ്ലൂക്ലിഷ് വെൻ ഇഷ് ഡോയ്ച്ച് ലേൺ. സോ ഈ ഒരു പാറ്റേണിലാണ് കണക്ടർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സെൻറ്റൻസ് ഫോർമേഷൻ വരുന്നത്. സോ ഇതൊന്ന് സമ്മറൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഡ്രൈ കൊണക്ടോറൻ 3 കണക്ടേഴ്സാണ്. ഹോയ്റ്റ് ഹാബൻ വിയർ ഡ്രൈ കൊണക്ടോറൻ ഗെലൻറ്റ്. സോ വൈൽ, ദാസ് und വെൻ 3 കണക്ടേഴ്സാണ് പഠിച്ചത്. വൈൽ,
ദസ് bedeutet because, thus bedeutet that എന്നുള്ള അർത്ഥം, പിന്നെ when bedeutet when എന്നുള്ള അർത്ഥം. സോ ഈ 3 കണക്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്തും വി ആർ ഹാവൻ ഡ്രൈ റേഗൽ. നമുക്ക് 3 റൂൾസ് ഫോളോ ചെയ്യാനുണ്ട്. സോ അറ്റ് ഫസ്റ്റ് നമുക്ക് ഫോളോ ചെയ്യാനുള്ള റൂൾ എന്ന് പറയുന്നത് വിയർ മ്യൂസൺ കോമ ബെനൂട്ട്സൺ. നമ്മൾ നിർബന്ധമായിട്ടും കോമ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. സോ ആ കോമ യൂസ് ചെയ്യേണ്ടത് എവിടെ, ബെഫോർ കണക്ടോറിൻ, കണക്ടറിന് മുൻപായിട്ടാണ് കോമ യൂസ് ചെയ്യേണ്ടത്. സോ അതായിരുന്നു ഫസ്റ്റ് റൂൾ. സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് നേബൻ സാറ്റ്സിലെ വെർബ് എന്ത് ചെയ്യണം, എൻ്റെ ലാസ്റ്റ് പൊസിഷനിൽ എന്ത് ചെയ്യണം, പ്ലേസ് ചെയ്യണം, അതും കോൺജുഗേറ്റ് ചെയ്തിട്ട്. സോ തേർഡ് റൂൾ അതായിരുന്നു, നമ്മൾ ആ ലാസ്റ്റ് പൊസിഷനിലോട്ട് അല്ലെങ്കിൽ എൻ്റെയിലോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു വെർബിനെ നമ്മൾ എന്ത് ചെയ്യണം, കോൺജുഗേറ്റ് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. സോ ഈ 3 റൂൾ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്റ്റേഴ്സ് വെച്ചിട്ട് ഏത് സെൻറ്റൻസിനെയും കണക്ട് ചെയ്തിട്ട് ഒറ്റ സെൻറ്റൻസ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. സോ കണക്റ്റേഴ്സിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് 2 സെൻറ്റൻസുകളെ കൂട്ടി യോജിപ്പിക്കുക എന്നുള്ളതാണ്. സോ അതിൽ 3 കണക്റ്റേഴ്സ് ആണ് ഇന്ന് നമ്മൾ പഠിച്ചത്. heute haben wir 3 Konnektoren gelernt, while, das und when. നമ്മളിപ്പോൾ പഠിച്ച 3 കണക്റ്റേഴ്സ് thus, when, while, ഈ കണക്റ്റേഴ്സിന് നിങ്ങളുടെ ഡെയിലി ലൈഫിലും അതുപോലെ തന്നെ ജർമ്മൻ ഗ്രാമാറ്റിക്കലും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി A1 പഠിച്ച ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോംപ്ലക്സ് ആയിട്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന 3 കണക്റ്റേഴ്സ് ആണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ദാസ്, വൈൽ, വെൻ എന്ന് പറയുന്ന ഈ 3 കണക്റ്റേഴ്സ്. ഈ 3 കണക്റ്റേഴ്സ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, നമ്മൾ നമ്മളുടെ ഡെയിലി ലൈഫിൽ ഒരുപാടധികം യൂസ് ചെയ്യുന്ന കണക്റ്റേഴ്സ് ആണ് ദാറ്റ്, ബിക്കോസ്, വെൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എണീറ്റ് കഴിഞ്ഞിട്ടും നമ്മൾ ഉറങ്ങുന്നതിൻ്റെ ആ ഒരു സമയത്ത് തന്നെ നമ്മളിത് പല ടൈമിലായിട്ട് യൂസ് ചെയ്യും. ഇപ്പം ഞാൻ പറയുന്ന ഐ സെഡ് എന്നൊക്കെ പറയുന്ന വാക്കിൻ്റെ കൂടെ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ദാറ്റ്. ഐ സെഡ് ദാറ്റ്, ഹി സെഡ് ദാറ്റ്, ഷീ സെഡ് ദാറ്റ് എന്നൊക്കെ പറയുന്നത്. സോ മോസ്റ്റ് കോമൺലി നമ്മൾ അത് പറയണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ജർമ്മനിൽ ഇഷ് ഹാബ് ഗെസാക്ട് ദാസ്, സി ഹാഡ് ഗെസാക്ട് ദാസ്, എർ ഹാഡ് ഗെസാക്ട് ദാസ്. ദാസ് എന്നുള്ള കണക്ടർ ഓട്ടോമാറ്റിക്കലി അവിടെ വരും. വൈൽ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ബിക്കോസ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ എന്ത് ടൈപ്പ് ഓഫ് സ്പീച്ചസ് ഒക്കെ പറയുന്ന സമയത്തും അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന സമയത്തും മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നതാണ് വൈൽ എന്ന് പറയുന്ന കണക്ടർ അല്ലെങ്കിൽ ബിക്കോസ് എന്ന് പറയുന്ന കണക്ടർ. പിന്നെ വെൻ, നിങ്ങളൊരു സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വെൻ പറയും. ഞാൻ എക്സാം ഫെയിലായി അല്ലെങ്കിൽ വെൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാൻ ഹാപ്പിയാണ് വെൻ, അല്ലെങ്കിൽ ഞാൻ സാഡ് ആണ് വെൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളത് എക്സ്പാൻഡ് ചെയ്യും. സോ വെൻ, ഈ 3 കണക്റ്റേഴ്സും നിങ്ങൾ ലൈഫിൽ ഉടനീളം യൂസ് ചെയ്യുന്ന കണക്റ്റേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ കണക്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് കമ്മ്യൂണിക്കേഷനിൽ കൊണ്ടുവരാൻ പറ്റും. ഇപ്പം നിങ്ങൾക്കറിയാം, ഈ ഒരു കണക്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിൽ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് നേബൻ സാറ്റ്സിലെ വെർബിനെ ലാസ്റ്റിലോട്ട് കൊണ്ടുപോകുമ്പോഴാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ വാസ് ആബ്സെൻറ്റ് ബിക്കോസ് ഐ ഹാഡ് ഫീവർ എന്നുള്ള സെൻറ്റൻസ് ഇഷ് വാർ അബ്സെൻറ്റ് വൈൽ ഇഷ് ഫീബർ ഹാട്ടെ എന്ന് പറയുന്ന സമയത്ത് ഒരു പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ട് വരും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ ഇഷ് ഹാട്ടെ ഫീബർ എന്നുള്ള സെൻറ്റൻസിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇഷ് ഫീബർ ഹാട്ടെ എന്നാക്കിയിട്ട് മാറ്റിയത്. അപ്പോൾ ഇതെങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് ലേണിങ്ങിലും അല്ലെങ്കിൽ കണക്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചേഞ്ചസ് അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഞാൻ നിങ്ങൾക്ക് തരുന്ന ടിപ്പ് എന്ന് പറയുന്നത് എത്രയാണ്, കണക്ടർ വെച്ചിട്ടാണ് നിങ്ങളൊരു സെൻറ്റൻസ് പറയാൻ പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ സ്പീക്ക് ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഹോപ്സാറ്റ്സ് അല്ലെങ്കിൽ മെയിൻ സെൻറ്റൻസ് വേഗം നിങ്ങൾ പറയുക. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു സെൻറ്റൻസ് പറയണം, ഐ ലേൺ ജർമ്മൻ ബിക്കോസ് ഐ വാണ്ടഡ് ടു ഗോ ടു ജർമ്മനി, അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഗോ ടു ജർമ്മനി. ഞാൻ ജർമ്മൻ പഠിക്കുന്നു കാരണം എനിക്ക് ജർമ്മനി പോകാൻ ആഗ്രഹമുണ്ട്. ഈ ഒരു സെൻറ്റൻസ് പറയുന്ന സമയത്ത് ഇതിൽ ഹോപ്സാറ്റ് ചെയ്യാൻ എത്രയും പെട്ടെന്ന് പറയുക. കാരണം A1 പഠിച്ച ഒരാളാണെങ്കിൽ പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും, ഐ ലേൺ ജർമ്മൻ, ഇഷ് ലേൺ എ ഡോയ്ച്ച്. ആ ഒരു സെൻറ്റൻസ് ഞാൻ മാക്സിമം പെട്ടെന്ന് തന്നെ പറയാം, കാരണം അത് എനിക്ക് ആലോചിച്ചെടുക്കാനും ഈസിയാണ്. സോ ഐ ലേൺ ജർമ്മൻ ബിക്കോസ്, അവിടെ വരെ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ സ്പീഡിൽ പറയാം. ഇഷ് ലേൺ എ ഡോയ്ച്ച് വൈൽ, ഇഷ് ലേൺ എ ഡോയ്ച്ച് വൈൽ. ആ ഒരു കണക്ടർ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറയുന്ന അനുസരിച്ച് നിങ്ങളൊരു 2 സെക്കൻഡ് സ്റ്റോപ്പ് ചെയ്യുക. ഇഷ് ലേൺ എ ഡോയ്ച്ച് വൈൽ. ഈ 2 സെക്കൻഡ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നെക്സ്റ്റ് പറയാൻ പോകുന്ന ആ സെൻറ്റൻസ് നിങ്ങളൊന്ന് ആലോചിക്കുക. അതായത് ഐ വുഡ് ലൈക്ക് ടു ഗോ ടു ജർമ്മനി. ആ ഐ വുഡ് ലൈക്ക് ടു ഗോ ടു ജർമ്മനി എന്ന് പറയുന്ന സെൻറ്റൻസ് ജർമ്മനിൽ നമ്മൾ സാധാ രീതിയിൽ എങ്ങനെ പറയാമെന്നുള്ളതൊന്ന് ആലോചിക്കുക.
എഷ് മ്യോസ്റ്റ് നക് ഡോയ്ച്ച്ലാൻഡ് ഫ്ലീഗൻ. ഇതാണ് സാധാ രീതിയിൽ. അവിടെ നിങ്ങൾ വെർബിനെ ലാസ്റ്റ് കൊണ്ടുപോയി ഒന്നും ഇപ്പം ചെയ്യേണ്ട. നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ഐ ലേൺ ജർമ്മൻ ബിക്കോസ് വരെ പറഞ്ഞിട്ട് അതിനുശേഷം വരുന്ന നേബൻസാറ്റ്സ് സാധാ രീതിയിലൊന്ന് ജർമ്മനിൽ ആലോചിച്ച് നോക്കുക. അതാണ് എഷ് മ്യോസ്റ്റ് നക് ഡോയ്ച്ച്ലാൻഡ് ഫ്ലീഗൻ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്ത വെർബ്, അതായത് മ്യോസ്റ്റ്, എഷ് മ്യോസ്റ്റ്. അങ്ങനെ വരുന്ന സമയത്ത് ഈ സെൻറ്റൻസ് വരുന്നതാണ് എഷ് ലേൺ എ ഡോയ്ച്ച് വൈൽ എഷ് നക് ഡോയ്ച്ച്ലാൻഡ് ഫ്ലീഗൻ മ്യോസ്റ്റ്. സോ അത് സ്പീഡ് പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, കണക്ടർ വരെ നിങ്ങൾ പെട്ടെന്ന് പറയാം. ഇഷ് ലേൺ എ ഡോയ്ച്ച് വൈൽ. അവിടെ നിങ്ങളൊന്ന് ആലോചിക്കുക, അടുത്ത പറയേണ്ട സെൻറ്റൻസ് എനിക്ക് ഇഷ് മ്യോസ്റ്റ് നക് ഡോയ്ച്ച്ലാൻഡ് ഫ്ലീഗൻ ആണ്. അപ്പോൾ അവിടുത്തെ മ്യോസ്റ്റ് ഞാൻ ലാസ്റ്റ് കൊണ്ടുപോകണം. എന്നിട്ടാണ് നിങ്ങൾ ഇത്രയും ആലോചിച്ചതിന് ശേഷം മാത്രമേ പറയാവൂ. എസ്പെഷ്യലി നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന സമയത്താണെങ്കിൽ. അപ്പോൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, സ്ട്രഗിൾ ചെയ്യും വെർബിനെ ലാസ്റ്റ് കൊണ്ടുപോകാനായിട്ട്. 2 വീക്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. പക്ഷേ 2 വീക്സ് ഇങ്ങനെ ചെയ്തെങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു പേസിലെത്താൻ പറ്റുള്ളൂ. സോ നിങ്ങൾ പറയേണ്ട സെൻറ്റൻസ് ഇതാണ്, എഷ് ലേൺ ഡോയ്ച്ച് വൈൽ എഷ് നക് ഡോയ്ച്ച്ലാൻഡ് ഫ്ലീഗൻ മ്യോസ്റ്റ്. സോ ഈ ഒരു ടിപ്പ് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ജർമ്മൻ കണക്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് സ്പീഡായിട്ട് സംസാരിക്കാൻ നോക്കേണ്ടത്. ഓഫ് കോഴ്സ് ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് ടൈം നിങ്ങൾ എടുക്കും, 1 to 2 വീക്സ് എടുക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 2 സെൻറ്റൻസിനെ നിങ്ങൾ യോജിപ്പിക്കുകയാണ്. അത് യോജിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടുത്തെ വെർബിനെ ലാസ്റ്റിലോട്ടും കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ ചെറുതായിട്ട് ടൈം എടുക്കും, അത് യൂഷ്വലാണ്. ബട്ട് അവിടെ നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞതുപോലെ കണക്ടർ എത്തുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് പറയേണ്ട നേബൻസാറ്റ്സ് ഒന്ന് മനസ്സിലാലോചിച്ച് നോക്കുക, എന്നിട്ട് അതിലെ വെർബിനെ ലാസ്റ്റ് കൊണ്ടുപോയിട്ട് പറയാം. ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് 2 വീക്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കണക്ടേഴ്സ് എന്നുള്ള ടോപ്പിക്കിൽ ബുദ്ധിമുട്ടില്ലാതെ കവർ ചെയ്യാൻ പറ്റും. സോ ഇത് നിങ്ങൾ മനസ്സിലാക്കുക, വെൻ വൈൽ ദാസ്, ഈ 3 കണക്ടേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഈ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് സെൻറ്റൻസ് ഫോം ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾ സ്പീക്കിങ്ങിൽ പറയുമ്പോൾ സ്പീഡായിട്ട് പറയാനുള്ള ടിപ്പാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. സോ ഇത് നിങ്ങൾ 2 വീക്സ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതുപോലെ കണക്ടേഴ്സ് വെച്ച് എക്സാമ്പിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണക്ടേഴ്സ് എന്നുള്ള ടോപ്പിക്കിൽ ഈസി ആയിട്ട് തന്നെ സ്പീക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മുടെ ഡെയിലി ലൈഫിലാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു കണക്ടേഴ്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് പല റിയൽ ലൈഫിലുള്ള സിറ്റുവേഷൻസിൻ്റെ വീഡിയോസും അതുപോലെ സിറ്റുവേഷൻസും നമുക്ക് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. സോ ഫസ്റ്റ് നമ്മൾ പഠിച്ച കണക്ടറാണ് ദസ് എന്ന് പറയുന്ന കണക്ടർ. സോ ഈ ദസ് എന്ന് പറയുന്ന കണക്ടറിൻ്റെ ഓൾറെഡി ഞാൻ തിയറിറ്റിക്കൽ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു. പക്ഷേ ഇതിൻ്റെ ഒരു സിറ്റുവേഷണൽ എക്സാമ്പിൾ അല്ലെങ്കിൽ ഡെയിലി ലൈഫിന് ഈ ഒരു ദാസ് എന്ന് പറയുന്ന കണക്ടറിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിറ്റുവേഷണൽ എക്സാമ്പിൾ കാണിച്ചു തരാം. സോ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ദസ് എന്ന കണക്ടറിൻ്റെ മീനിങ് നോക്കിയാലോ. ദാറ്റ്, ഈ ദാറ്റ് വെച്ചിട്ട് ഒരു സെൻറ്റൻസ് നോക്കാം. ഐ ബിലീവ് ദാറ്റ് ഹി ഈസ് ടയേർഡ്. Ich glaube, dass müde ist. വൈൽ എന്ന് പറയുന്ന കണക്ടർ നമ്മൾ ഓൾറെഡി പഠിച്ചു. ബിക്കോസ് എന്നുള്ള അർത്ഥമാണ്. ഈ ബിക്കോസ് എന്ന് പറയുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എത്രത്തോളം ഈ ബിക്കോസ് എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞ സമയത്ത് വരെ ബിക്കോസ് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈ ഒരു വാക്കിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയും ഒരു ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷണൽ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. വൈൽ എന്ന കണക്ടറിൻ്റെ മീനിങ് നോക്കാം. ബിക്കോസ്, ബിക്കോസ് വെച്ചിട്ട് നമുക്കൊരു സെൻറ്റൻസ് നോക്കാം. ഹി ഈസ് ടയേർഡ് because he did not sleep. Ist müde, weil nicht geschlafen hat. നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യില്ലെങ്കിലും കുറച്ച് കേസുകളിലൊക്കെ വെൻ എന്ന് പറയുന്ന കണക്ടറുകളും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി നമ്മളുടെ ഇമോഷൻസ് ഒക്കെ കണക്ട് ചെയ്യാനായിട്ട്. ഞാൻ ഹാപ്പിയാണ് വെൻ, അല്ലെങ്കിൽ ഐ എം സാഡ് വെൻ, ഐ എം ആംഗ്രി വെൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. അത് കൂടാതെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ലൈഫിൽ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന കുറച്ച് സിറ്റുവേഷൻസ് നമുക്ക് ഇനി കണ്ടു നോക്കാം. വെൻ എന്ന കണക്ടറിൻ്റെ മീനിങ് നോക്കാം. വെൻ, വെദർ, ഇഫ്. ഇത് വെച്ചിട്ട് നമുക്കൊരു സെൻറ്റൻസ് നോക്കാം. ഹി ഡസ് നോട്ട് സ്ലീപ്പ് വെൻ ഹി ഈസ് സ്ട്രെസ്ഡ്. Wenn gestresst ist, schläft nicht. ഇപ്പോൾ നമ്മൾ കളക്റ്റീവായിട്ട് പഠിച്ച വൈൽ ദാസ് വെൻ, ഇത് 3 ഇൻഡിവിജ്വലി അല്ലാതെ ഇത് 3 കളക്റ്റീവായിട്ടും നമ്മൾ ഒരൊറ്റ സിറ്റുവേഷനിലൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ട അവസരങ്ങൾ വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അവസരങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ കൂടുതൽ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. വൈലും ദാസും വെന്നും എല്ലാം ഒരു സെൻറ്റൻസിൽ വരുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ സെഡ് ദാറ്റ് ബിക്കോസ് വെൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒറ്റ സെൻറ്റൻസിൽ യൂസ് ചെയ്യും. ഇപ്പോൾ അതിൻ്റെ ഒരു
എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഐ സെഡ് ദാറ്റ് ഹി വാസ് ആബ്സെൻറ്റ് ബിക്കോസ് ഹി കോൾഡ് മീ യെസ്റ്റർഡേ വെൻ ഐ മെറ്റ് ഹിസ് മദർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിക്ക് ഒരു സെൻറ്റൻസ് നിങ്ങൾ ഫോം ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ ജർമ്മനിൽ വരും, സിറ്റുവേഷനിലായിട്ട് എങ്ങനെ വരും എന്നുള്ള അതിൻ്റെ ഒരു കോംപ്ലക്സ് ഫോം നിങ്ങൾക്ക് കാണിച്ചു തരും. I believe that he does not sleep because he is tired when he is stressed. Ich glaube, dass er müde ist, weil er nicht schläft, wenn er gestresst ist. ഇത് നിങ്ങൾക്ക് കോംപ്ലക്സ് ആയിട്ട് പറഞ്ഞു തരാമെന്നല്ല, ഇത്രത്തോളം നമ്മൾ പഠിച്ച 3 റൂൾ വെച്ചിട്ട് നമുക്ക് ഇത്രയും കോംപ്ലക്സ് സെൻറ്റൻസ് ജർമ്മനിൽ ക്രിയേറ്റ് ചെയ്യാം. അതായത് 3 കണക്റ്റേഴ്സ് തന്നെ ഒറ്റ സെൻറ്റൻസിൽ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള സിമ്പിൾ ഐഡിയ ആണ് നിങ്ങൾക്ക് തരുന്നത്. കുറേ ആളുകൾ വിചാരിക്കുന്നത് ജർമ്മനിൽ ഒരു 4 വരി വരുന്ന ഒരു സെൻറ്റൻസ് കാണുന്ന സമയത്ത് ഇത് എന്താണെന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു 3 റൂൾ അറിയാമെങ്കിൽ നിങ്ങൾക്കും ക്രിയേറ്റ് ചെയ്യാന്നുള്ള സിമ്പിൾ ഐഡിയ ആണ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് വഴി നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ എല്ലാവരും ഇപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള ഈ 3 കണക്റ്റേഴ്സ് അതിൻ്റെ ബിഡോയിറ്റും അല്ലെങ്കിൽ അർത്ഥം പഠിച്ചു വെക്കുക, അതിൻ്റെ റേഗൽ അല്ലെങ്കിൽ റൂൾ ക്ലിയർ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതുപോലത്തെ എക്സാമ്പിൾസ് നിങ്ങളും സെൽഫായിട്ട് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ ടിപ്പ് നിങ്ങൾ മറക്കരുത്, സ്പീക്കിങ്ങിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് കണക്ടർ വരെ നിങ്ങൾ സ്പീഡായിട്ട് പറയാം. ഇഷ് വാർ അബ്വേസൻ വൈൽ. എന്നിട്ട് നേബൻ സാറ്റ്സ് ആലോചിച്ച് നോക്കണം, അതിൻ്റെ വെർബിനെ ലാസ്റ്റിലോട്ട് കൊണ്ടുപോയിട്ടാണ് പിന്നെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇഷ് വാർ അബ്വേസൻറ്റ് വൈൽ, എന്നിട്ട് ഞാൻ ആലോചിക്കണം ഇഷ് ഹാർട്ട് എ ഫീബർ, അതിലെ ഹാർട്ടെ ലാസ്റ്റ് പോകണം. സോ ഇഷ് വാർ അബ്വേസൻ വൈൽ ഇഷ് ഫീബർ ഹാർട്ടെ. സോ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ കുറേ എക്സാമ്പിൾസ്, നിങ്ങളൊരു ടാർഗറ്റ് വെക്കുക, ഡെയിലി 5 എക്സാമ്പിൾസ് ഞാൻ വൈൽ വെച്ചിട്ടും, ഡെയിലി 5 എക്സാമ്പിൾസ് വെന്ന് വെച്ചിട്ടും, ഡെയിലി 5 എക്സാമ്പിൾസ് ദാസ് വെച്ചിട്ടും ഞാൻ പറയും, എഴുതുകയല്ല പറയും. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി 2 വീക്സ് കൊണ്ട് നിങ്ങൾക്ക് സ്പീഡായിട്ട് കണക്റ്റേഴ്സ് വെച്ചിട്ട് സെൻറ്റൻസ് ഫോം ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ എല്ലാവരും ഈ വീഡിയോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ ജർമ്മൻ പഠിക്കുന്ന ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളും മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഈ ടിപ്സൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ജർമ്മൻ ലാംഗ്വേജിൻ്റെ പ്രൊഫിഷ്യൻസി ബെറ്റർ ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ ഇതുപോലെയുള്ള ജർമ്മനിലെ നെക്സ്റ്റ് 3 കണക്റ്റേഴ്സ് നമ്മൾ പഠിക്കും, അതിൻ്റെ റൂൾസ് പഠിക്കും, അതിനും നമ്മൾ ഇതുപോലെ ടിപ്സുകൾ തരുന്നതായിരിക്കും. സോ ഈ ഒരു ജേർണിയിൽ ത്രൂ ഔട്ട് ആയിട്ട് നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ജർമ്മൻ ലാംഗ്വേജ് ബെറ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്.